അങ്ങനെ ഞാൻ ഇറങ്ങിയിരിക്കുന്നു. 2 ബിൽഡിംഗ് അപ്പുറമാണ്. പക്ഷെ ഞാൻ എൻ്റെ ലാബിലുള്ള ആരടുത്തും പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇന്ന് എൻ്റെ കോളേജിൽ ഇന്ത്യൻ എക്സ്പോ നടക്കുന്ന ദിവസമാണ്. എൻ്റെ അടുത്ത് ഡാൻസ് കളിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. ഇതൊരു നോർമൽ സ്ലീവ്ലെസ് ടോപ്പാണ്. അതിൻ്റെ അകത്ത് ഞാൻ ബ്ലൗസ് ഇട്ടേക്കുന്നതാണ്. സോ ദാറ്റ് എനിക്ക് ലാബിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്കിന് വേണം പോയിട്ട് ഡാൻസ് കളിച്ചിട്ട് തിരിച്ച് ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോഴേക്കും വന്ന് കയറാനായിട്ട്. അടിയിലൊരു ലെഗിൻസും അതിൻ്റെ മേലെ ഒരു ലൂസ് പാൻറ്റുമാണ് ഇട്ടത്. സോ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറാൻ പറ്റും. സോ രാവിലെ തന്നെ ഞാൻ പോയി. കറക്റ്റ് 11:55 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങി. ജനറലി 12:30 ശേഷമാണ് ഞാൻ ലഞ്ച് കഴിക്കാറുള്ളതെങ്കിലും ഞാനൊരു 5 മിനിറ്റ് ഒരു അരമണിക്കൂർ മുന്നേയൊക്കെ നേരത്തെ ഇറങ്ങി, കാരണം 12:45 അവിടെ എത്തണമായിരുന്നു. ആൻഡ് ഇതാണ് എക്സ്പോ നടക്കുന്ന സ്ഥലം. ഇത് ഞങ്ങളുടെ അവിടുത്തെ ക്യാൻറ്റീനിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ്. ആൻഡ് അടിപൊളിയായിട്ട് ഇവരെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ സാരീസൊക്കെ അവർ ഉടുപ്പിച്ചു കൊടുത്തു ഫോറിനേഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനിപ്പോൾ ഉള്ള ഡാൻസ് കമ്പനിയിലുള്ള വേറെയും പിള്ളേർ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ സംഹവ് ഞാൻ എങ്ങനെയൊക്കെയോ റെഡിയാവാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കിതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫ്രീ ഫുഡായിരുന്നു. ഇന്ത്യൻ ഫുഡ് കഴിക്കാമല്ലോ, ഇവിടുന്ന് ഞാൻ തന്നെ വെച്ചിട്ടല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. എനിക്കിഷ്ടപ്പെട്ടു. സമൂസ ഉണ്ടായിരുന്നു, പിന്നെ റൈസും ചനാക്കറി, അച്ചാർ എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു. അടിപൊളി, ഒന്നും പറയാനില്ല. പിന്നെ അവർ ഇതിൻ്റെ പാർട്ടായിട്ടൊരു ടീഷർട്ടൊക്കെ തന്നു ഞങ്ങൾക്ക്. ഇറ്റ് വാസ് ഓൾസോ നൈസ്. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ് ആസ് വെൽ, കാരണം വോളണ്ടിയേഴ്സിന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെ പല ലാംഗ്വേജിലുള്ള കാലിഗ്രാഫി സാധനം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവിടെ മലയാളം ഇല്ല. ലാസ്റ്റ് ഞാൻ അവിടെ ഇരുന്നിട്ട് മലയാളത്തിൽ ആൾക്കാർക്ക് ഓരോന്ന് എഴുതി കൊടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഞാനീ ചെയ്ത ഡാൻസ് എന്ന് പറയുന്നത് തീരെ പ്രിപ്പറേഷൻ ഇല്ല. എനിക്ക് ഒരാവേശത്തിന് കയറിയിട്ട് ഞാൻ എടുത്തതാണ് ആ പാട്ട്. എന്തിനാന്നും കൂടി അറിയില്ല. മിക്സ് ചെയ്യാൻ ചോദിച്ചപ്പോൾ ഞാൻ ആ പാട്ട് കൊടുത്തു. ആൻഡ് എന്തൊക്കെ ഞാൻ അവിടെ ചെയ്തു അതൊക്കെ ഓൺ ദ സ്പോട്ടാണ്. 2 പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡാൻസ്, 3/4 മണിക്കൂർ ഗ്യാപ്പിൽ. ആ 2 പ്രാവശ്യവും ഞാൻ 2 ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ് ഇട്ടേക്കുന്നത്. എന്താ ഏതാണെന്നുള്ളത് എനിക്കേ ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എക്സ്പോ ഒക്കെ നല്ല രീതിക്ക് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ബാക്ക് ടു വർക്ക് ലാബിൽ കയറി.